എന്നാൽ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും. ആ വ്യക്തിയിലേക്ക് കൃപ വന്നാൽ, ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞത്, നിയമം മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. കൃപയും സത്യവുമാകട്ടെ ആര് വഴി ഉണ്ടായി? യേശു ക്രിസ്തു വഴി. പഴയ നിയമത്തിൽ കിടക്കരുത്, പഴയ നിയമത്തിൽ കിടക്കരുത്, പഴയ നിയമത്തിൽ കിടന്ന് മരിക്കരുത്, പഴയ നിയമത്തിൽ കിടന്ന് ഊർദ്ധശ്വാസം വലിക്കരുത്. പുതിയ നിയമത്തിലേക്ക് വരണം. ചെത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഇവിടെ എഫേസ്യോസ് ലേഖനം 2:8 പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോണം, നിയമം തെറ്റിക്കാൻ ആർക്കും അനുവാദമില്ല. ഒറ്റ നിയമം